പൈശാചിക സാന്നിധ്യമുണ്ടെന്ന് കത്തോലിക്ക സഭ കരുതുന്ന വിദേശ രാജ്യങ്ങളിലെ ഹാലോവിൻ ആഘോഷങ്ങൾക്ക് പകരം ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് ഹോളിവിൻ ആഘോഷിക്കും. വത്തിക്കാനിൽ ഉൾപ്പെടെ സീറോ മലബാർ വിശ്വാസികളും ഹോളിവിൻ ആഘോഷങ്ങളിൽ പങ്കുചേരുന്നുണ്ട്. ഭൂതപ്രേത പിശാചുകളുടെ വേഷമണിയിച്ച് കുട്ടികളെ തെരുവുകളിൽ അണിനിരത്തുന്നതാണ് ഈ ഹാലോവിൻ ആഘോഷങ്ങൾ. ഒരു സംഘടിത മതത്തിന്റെ രൂപഭാവങ്ങളോടെ ആചാരങ്ങളും ആരാധനകളും നടത്തുന്ന സാത്താൻ സഭാവിഭാഗങ്ങളുടെ ഏറ്റവും വലിയൊരു ആഘോഷദിനമായി മാറിയിരിക്കുകയാണ് ഹാലോവിൻ. 2014 ഫ്രാൻസിസ് മാർപ്പാപ്പ വിളിച്ചു ചേർത്ത സഭയിലെ ഭൂതോച്ചാടകരുടെ സമ്മേളനത്തിൽ കുഞ്ഞുങ്ങളെ ഹാലോവിൻ ആഘോഷങ്ങളിൽ നിന്ന് മാറ്റി നിർത്തണം എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. പകരം പാശ്ചാത്യ ലത്തീൻ ആരാധനാക്രമം അനുസരിച്ചുള്ള നവംബർ 1 ആഘോഷിക്കുന്ന സകല വിശുദ്ധരുടെയും ഓർമ്മയാചരണത്തോടനുബന്ധിച്ച് വിശുദ്ധരുടെ വേഷങ്ങൾ അണിഞ്ഞ് ഹോളിവിൻ ആഘോഷമാണ് വേണ്ടതെന്ന് നിർദ്ദേശിച്ചിരുന്നു. കൂടാതെ ദിവ്യബലിയിൽ പങ്കെടുക്കുകയും ജാഗരണ പ്രാർത്ഥനകളും മറ്റുമായി ആ രാത്രി ആഘോഷിക്കണമെന്നും വത്തിക്കാൻ ആഹ്വാനം ചെയ്തിരുന്നു. ഇന്ന് വൈകിട്ട് റോമിലെ മാർത്തോമ ഇടവകയിലെ 150ഓളം മതബോധന വിദ്യാർത്ഥികളും മത അധ്യാപകരും വൈദികരും സന്യസ്തരും ചേർന്ന് ഹോളിവിൻ പ്രാർത്ഥന നടത്തുന്നുണ്ട്. വത്തിക്കാനിലെ വിശുദ്ധ പത്രോസ്ലിഹായുടെ ചത്തുരത്തിൽ മതബോധന വിദ്യാർത്ഥികൾ ഒരുമിച്ച് ചേർന്ന് ജപമാല ചൊല്ലുകയും അതിനുശേഷം സകല വിശുദ്ധരുടെയും ലുത്തിനിയെ ആലപിച്ചുകൊണ്ട് വിശുദ്ധ പത്രോസ്ലിഹായുടെ ബസിലിക്കയിൽ അൾത്താരയിൽ ഇന്നേ ദിവസം പ്രതിഷ്ഠിക്കുന്ന വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ വണങ്ങുകയും ചെയ്യുന്നുണ്ട്. വിശുദ്ധ പത്രോസ്ലിഹായുടെ ബസിലിക്കയിലുള്ള തിരുശേഷിപ്പുകളുടെ വണക്കത്തിന് റോമിലെ സീറോ മലബാർ സഭ വിശ്വാസികളുടെ വികാരിയായ ഫാദർ ചെറിയാൻ വാരിക്കാട്ട് നേതൃത്വം നൽകും. ജപമാല പ്രാർത്ഥനകൾക്ക് ഫാദർ സനൽ മാളിയേക്കൽ നേതൃത്വം നൽകുന്നു. ഷെക്കേന ന്യൂസിന് വേണ്ടി വത്തിക്കാനിൽ നിന്നും ഫാദർ ജിയോ തരകൻ. ഷെക്കേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബട്ടണിൽ വിരലമർത്തുക.